#EduJourney with Genex പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് റോസി റോയൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ്. അതെ, ബാംഗ്ലൂരിലെ നിലമംഗലയിലുള്ള ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് റോസി റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ക്യാമ്പസ് ട്രാവൽ ബ്ലോഗായിട്ട് ഇന്ന് എത്തിയിരിക്കുന്ന ഈ ക്യാമ്പസിനെ കുറിച്ച് ഒരു വാക്ക് ത്രൂ, നിങ്ങൾക്ക് ഈ ക്യാമ്പസിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, ഫ്രം സ്റ്റാർട്ട് ബിഗിനിങ് തൊട്ട് ക്യാമ്പസിലൂടെ ഒരു ക്ലാസ് റൂംസിലൂടെ പോയി സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇവിടുത്തെ അമ്യൂണിറ്റീസിനോടൊക്കെ നമ്മൾ വളരെ ഇഴകി ചേർന്ന് ഉള്ള കാര്യങ്ങളാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. നമുക്ക് എന്തൊക്കെ വിശേഷങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ള വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്കിവിടെ വന്ന് നിൽക്കുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മലയാളി ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾക്കിവിടെ കാണാം, ഒരു യേശുവിൻ്റെ രൂപമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നാടൻ, നമ്മുടെ നാട്ടിലെ ഒരു പ്രതീതവും ആ ഒരു രീതിയിലുള്ള കൾട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലെ വെജിറ്റേഷനും ഒക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നതാണ് ക്യാമ്പസ്. ഈ ഒരു ക്യാമ്പസിൻ്റെ ഒരു വാക്ക് ത്രൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ക്യാമ്പസിൻ്റെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോവാണ്. ആ ഒരു ബ്ലോക്കിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻറ്റും പേരൻറ്റും കൂടി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ പേരൻസിന് ഭയങ്കരമായിട്ട് ഈ ഒരു പ്രദേശമായിട്ടൊരു കണക്ഷൻ വരും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു അമ്മമാർക്ക് ഇവിടുത്തെ ഒരു പൂന്തോട്ടം, ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ അപ്പന്മാർക്കാണെങ്കിൽ നന്നായിട്ട് നമുക്കിവിടെ കാണാം, നാട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ ഹൈബ്രിഡ് തെങ്ങുകൾ, കരിക്കും അതുപോലെ തേങ്ങയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു നാടുമായിട്ടുള്ള ഒരു കണക്ഷൻ മേ ബി ഒരു പേരൻസിന് കിട്ടുന്ന തരത്തിലാണ് ഇവിടുത്തെ ആ ഒരു ഫ്രണ്ട് ഏരിയ തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമ്മൾ നേരെ ക്യാമ്പസിൻ്റെ ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. അതെ, ഞാൻ റോസി റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതെ, നിരവധി കോഴ്സസ് ആണ് ഇവിടെ വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് നേഴ്സിംഗ് വരുന്നുണ്ട് ഇവിടെ, അതേപോലെ ഹോമിയോപ്പതി, പാരാമെഡിക്കൽ കോഴ്സസ് വരുന്നുണ്ട്, പിന്നെ ഫിസിയോതെറാപ്പി വരുന്നുണ്ട്, ഫാർമസി വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, മാനേജ്മെൻറ്റ് കോഴ്സസ് ഇവിടെ പലതും അവൈലബിൾ ആണ്, അലൈഡ് ഹെൽത്ത് സയൻസ് അവൈലബിൾ ആണ്. സോ ഇത്രയും കോഴ്സസുകളുടെ ഒരു സംയോജിതമായിട്ടുള്ള ഒരു പഠന കേന്ദ്രമായതുകൊണ്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. സോ ഈ ഒരു ഓരോ കോഴ്സുകളെക്കുറിച്ചും ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നിങ്ങൾക്കൊരു ഡീറ്റെയിൽ തരാം. ഓരോ ക്ലാസ് റൂമുകൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസിനെ കാണുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു ഇൻ ഡീറ്റെയിൽ ഞാൻ തരാം. സോ നമുക്ക് നമ്മുടെ ബാക്കിൽ കാണാനായിട്ട് പറ്റുന്നത് ഒരു ഭീമാകാരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. അത് നിങ്ങൾക്ക് കാണാൻ ഒരു വലിയ പടവുകൾ. സോ ഇനി നമുക്ക് നേരെ അക്കാഡമിക് ബ്ലോക്കിലേക്ക് പോകാം. അതെ, നമ്മൾ എന്തായാലും അക്കാഡമിക് ബ്ലോക്കിലേക്ക് കയറുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ചില പള്ളികളിലൊക്കെ സിമിലാരിറ്റി തരുന്ന രീതിയിൽ ഒരു നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂടുതലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഞാൻ നമുക്ക് മുകളിലേക്ക് കയറാം. സോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇടയിൽ ഒരു വാക്ക് വേ ഉണ്ട്. സോ നിങ്ങളത് കാണിക്കാം. അതായത് വലിയ തൂണുകളുടെ ഇടയിലൂടെ ഒരു വാക്ക് വേ. അതെ, വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്ക് വേ നിങ്ങൾക്ക് കാണാൻ. എൻ്റെ ബിഹൈൻഡിൽ വലിയ തൂണ്, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ വലിയ തൂണുകൾക്കിടയിലൂടെ ഒരു വാക്ക് വേ. ഇത് ഒരു സൈഡിൽ ക്യാൻറ്റീനും മറ്റു സൈഡിലെ ലാബുകളും കണക്ട് ചെയ്യുന്ന ഒരു വാക്ക് വേ ആണ്. സോ ഇത് എല്ലാ ക്യാമ്പസ്, അതായത് ക്യാമ്പസിനകത്ത് എല്ലാ ക്ലാസ് റൂമിൽ നിന്നും മെയിൻ എൻട്രൻസ് വഴി ഇവർക്ക് ആക്സസ് ആണ് ചെയ്യുന്നത്. സോ ഇനി സമയം കളയേണ്ട, നമുക്ക് നേരെ ഇതിൻ്റെ ലോബി സെഷനിലേക്ക് പോകാം. നമുക്ക് കുറച്ച് നേഴ്സിംഗ് സ്റ്റുഡൻസിനെ ഇവിടെ കാണാനായിട്ടിടയായി. ഇവരൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? നാട്ടിലെവിടെയാ? ആലപ്പുഴയിൽ. പേര്? എറണാകുളം. ഓക്കെ, നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്സ് ആണല്ലേ, ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ഓക്കെ, നിങ്ങൾ ഏത് ഇയർ ആണ് നിലവിൽ? ഫോർത്ത് ഇയർ. സോ ഇനി കുറച്ച് എത്ര നാളുമുണ്ട്? 6-7 മാസം കൂടെ കഴിയുമ്പോൾ ഇവിടുന്ന് പോകണം. ഓക്കെ, സോ ഒരു 4 വർഷം മുന്നേ നിങ്ങളിവിടെ വന്നു. ഒരു അടിപൊളി ജീവിതമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൊളിയായിരുന്നു അല്ലേ? ഓക്കെ, നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പോസ്റ്റിങ്ങിനെ കുറിച്ച്. സോ ഞാൻ വേറെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചില്ല. സോ പോസ്റ്റിംഗ് നിങ്ങൾ ആദ്യം എവിടെയായിരുന്നു പോയത്?
ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലും അങ്ങനത്തെ എല്ലാ ഹോസ്പിറ്റലിലും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഇവിടെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? എല്ലാം പഠിക്കാനൊക്കെ പറ്റി, കൂടുതൽ ഇംപ്രൂവ്മെന്റ് ആയി. എവിടെയെങ്കിലും ചെന്നാലും ധൈര്യത്തോടെ എല്ലാം ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടി. ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അത് അവിടെ ആയിരുന്നു അല്ലേ? ഇനി വേറൊരു ജനറലായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 വർഷം ഇവിടെ വന്നു. സോ ഒരുപാട് ഹെഡിൽസും ആദ്യമൊക്കെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നായിരിക്കും അല്ലേ? വന്ന് ആദ്യ ഒരു സമയത്തൊക്കെ പാടായിരുന്നായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഇനി നിങ്ങളിത് പിരിയുമ്പോഴായിരിക്കും ഇനി അടുത്ത വിഷമം വരുന്നത്. നല്ലൊരു ഫ്രണ്ട് സർക്കിളൊക്കെ കിട്ടി നന്നായിട്ട് വന്നു. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാംഗ്ലൂരിൽ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്കാഡമിക്സിനകത്തോ അല്ലെങ്കിൽ കോളേജിനകത്തോ അതല്ലെങ്കിൽ ഇനി ഹോസ്റ്റലോ മെസ്സോ അല്ല ഇനി ബാംഗ്ലൂരിലെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് പറയാം ഒരു കാര്യം. ഫ്രണ്ട്സിൻ്റെ ഒരു പുതിയ ഫ്രണ്ട്സ് ഗ്രൂപ്പ് കിട്ടി. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ ചിലപ്പം ഉടനീളം അല്ലേ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഫ്രണ്ട്സ് കാണുമായിരിക്കുമല്ലോ. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് നടത്തുക. ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിലും ഓരോ ഇവന്റ് ആണെങ്കിലും ഞങ്ങൾക്ക് 1 month നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കൂടുതൽ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. നന്നായിട്ട് എനിക്ക് തോന്നുന്നു ലാംഗ്വേജും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലേ? നാട്ടിലൊക്കെ പഠിക്കുന്നതിനേക്കാൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം നന്നായിട്ട് അത് നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വരുമായിരിക്കും. സോ എന്താണ് ഇനി എന്താ പ്ലാന്? വെളിയിലേക്ക് പോകാനാണോ? ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നല്ല നേഴ്സുമാരായിട്ട് വരിക. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ കഴിഞ്ഞ 4 വർഷം ഇവിടെ കടന്നുപോയ ഓരോ വഴികളും ഇനിയുള്ള സമയത്ത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതെ, നമ്മൾ അക്കാഡമിക് ബ്ലോക്കിൻ്റെ മെയിൻ ലോബിയിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു സൈഡിലേക്ക് നമുക്ക് ചെയർപേഴ്സൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും ഓഫീസും കാണാനായിട്ട് പറ്റും. മറ്റൊരു സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഡിജിറ്റൽ ലൈബ്രറിയും സ്റ്റാഫ് റൂമും ആണ് ക്ലാസ്സുകൾക്ക് മുന്നേ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിന് ശേഷം അങ്ങോട്ടേക്ക് ക്ലാസ് റൂംസ് ആണ് വരുന്നത്. നമ്മളോടൊപ്പം റോസി റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർപേഴ്സൺ ആണ് കൂടെ ഉള്ളത്. ഹായ്, നമസ്കാരം മാം. നമസ്കാരം. എങ്ങനെയാണ് മാമിൻ്റെ പേര്? എൻ്റെ പേര് ഡോക്ടർ വിജയ റോസമ്മ. നാട്ടിലെവിടെയാ? നാട്ടിലെ ആലപ്പുഴ എടത്തുവ കുട്ടനാട്. ഓക്കെ. നമ്മുടെ ക്യാമ്പസ് വിസിറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് കേരളത്തിൻ്റെ തനിമ അല്ലെങ്കിൽ കേരളത്തിൻ്റെ എലമെന്റ്സ് കാണാനായിട്ടിടയായി. അപ്പോൾ അതിനെന്താ ഒരു റീസൺ? നമ്മൾ നാട്ടുകാരെയല്ലേ, അപ്പം സ്വാഭാവികമായിട്ട് കുട്ടനാടിൻ്റെ വച്ചിപ്പ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കും. പിന്നെ ബേസിക്കലി എൻ്റെ അപ്പനൊരു കർഷകനാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ടച്ച് ഉണ്ടെന്ന് വെച്ചു. അപ്പം പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി ക്യാമ്പസ് എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് പരമാവധി സാധിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കൊരു ആംബിയൻസ്, പ്രകൃതിയോട് ഇണങ്ങി പഠിക്കാന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് വരുന്ന പേരൻസിനൊക്കെ ഒരുപാട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. സ്വാഭാവികമായി ഇവിടെ കുട്ടികൾ പേരൻസ് അഡ്മിഷൻ എൻക്വയറിക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ക്യാമ്പസിനകത്തെ ഫോട്ടോഷൂട്ടാണ്. അവർ മൊത്തം നടന്നിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത്. അത് ആ വൈബ് അവരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ആർക്കാണ് പ്രകൃതിയെ വെറുക്കാൻ കഴിയുക? ഓക്കെ, ഈ ക്യാമ്പസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ കോളേജ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അത് 1998 അതിനുശേഷം ആദ്യം GNM വരുന്നതിന് ശേഷം BSc ആഡ് ചെയ്ത് PCBSc MSc പിന്നെ CBSE സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഫിസിയോതെറാപ്പി ഉണ്ട്, ഫാർമസി ഉണ്ട്, ഹോമിയോ മെഡിക്കൽ കോളേജ് ഉണ്ട്, അലൈഡ് ഹെൽത്ത് ഉണ്ട്, BEd ഉണ്ട്. അങ്ങനെ പിന്നെ മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട്. മാനേജ്മെൻറ്റ് കോഴ്സുകൾ തന്നെ ഒരു 8-9 ഉണ്ട്. BCA, BBA, ഫോറൻസിക് സയൻസ്, ക്രിമിനോളജി, ബയോടെക്നോളജി, ഫാഷൻ ഡിസൈനിങ്, ഡയറ്റിക്സ് ആൻഡ് ന്യൂട്രീഷൻ, ഇങ്ങനെ കുറേയധികം കോഴ്സുകളുണ്ട്. ഭാവിയിലൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചാൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഏകദേശം 25 വർഷത്തെ ഗ്രോത്തിനകത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഒന്നും പോയിട്ടുണ്ടായിരിക്കും, അലൂമിനി. തീർച്ചയായിട്ടും ഈ സ്റ്റുഡൻസ് ഒക്കെ നിലവിലെ പല ഭാഗങ്ങളിലാണ്. എല്ലാവരും അബ്രോഡിലാണ്, ഓൾമോസ്റ്റ് എല്ലാവരും, നഴ്സിംഗിൽ പ്രത്യേകിച്ചും ഓൾമോസ്റ്റ് എല്ലാവരും. മേ ബി കഴിഞ്ഞ 1-2 വർഷത്തെ കുട്ടികൾ മാത്രം കാണത്തുള്ളൂ കുറച്ചൊക്കെ നാട്ടിൽ. കാരണം വെച്ചാൽ അവർക്ക് എക്സ്പീരിയൻസും അവർ പലരും പരീക്ഷയും കാര്യങ്ങളൊക്കെ. ബാക്കി എല്ലാ കുട്ടികളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ബാച്ചിലെ കുട്ടികളുടെ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചുമക്കളെന്ന് പറയാം. അപ്പോൾ എൻ്റെ മക്കളെന്ന് പറയാം. ആദ്യത്തെ സ്റ്റുഡൻസ് എപ്പോഴും സ്റ്റുഡൻസ് നമുക്ക് മക്കളാണല്ലോ, അവരുടെ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ പഠിച്ചിറങ്ങിപ്പോയ കുട്ടികളുടെ റെഫറൻസ് വഴിയാണ് നമുക്കൊരു ഓൾമോസ്റ്റ് 30% സീറ്റ് ഇവിടെ നടക്കുന്ന പോലും. ഓക്കെ, എങ്ങനെയാണ് സ്റ്റുഡൻസിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ? ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വെളിയിലേക്ക് പോകുമ്പോൾ പ്ലേസ്മെൻറ്റിന് വേണ്ടി ക്യാമ്പസ് ഒരുപാട് പ്ലേസ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മൾ എബ്രോഡിലേക്ക് നമ്മൾ ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട്, കാരണം നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ പ്ലേസ്മെൻറ്റ് ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ആണ് അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ 4th ഇയർ ഫൈനൽ ഇയറിൽ പരീക്ഷ കഴിയുമ്പോൾ ക്യാമ്പസിൽ വന്ന് തന്നെയാണ്
ആൾക്കാർ, കമ്പനിക്കാരും, അതായത് ഹോസ്പിറ്റലുകാരും, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഹൈടെക് ഹോസ്പിറ്റലുകാർ വന്നിട്ട് ഇവിടെ വെച്ച് തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരെ ഓൺ ദ സ്പോട്ട് സെലക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് നാട്ടിൽ പോയി കുറച്ച് നാൾ അവധിയെടുത്തിരിക്കുക, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിന് പോയി, പിന്നെ പേരൻസിനെ കൊണ്ട് അവിടെ ഇവിടെ ഇൻ്റർവ്യൂവിന് കയറി ഇറങ്ങി ജോലി കരസ്ഥമാക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അത് കോളേജിൽ തന്നെ ഓൺ ദ സ്പോട്ട് പഠിച്ചിറങ്ങുക, ജോലിയായിട്ട് പോകുക എന്നുള്ളൊരു സംവിധാനം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അതൊരു വളരെ അഭിമാനത്തോട് തന്നെ എനിക്ക് പറയാൻ പറ്റും. 100% പ്ലേസ്മെൻറ്റ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിലവിലെ ക്യാമ്പസിൽ എന്തെങ്കിലും ഹോളിസ്റ്റിക് ആക്ടിവിറ്റീസ്, ആത്മീയമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ആത്മീയമായിട്ടുണ്ട്, തീർച്ചയായിട്ടും. നമ്മൾ ദൈവവിശ്വാസിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മജോറിറ്റി കുട്ടികൾ ക്രിസ്ത്യൻസാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എല്ലാ മാസവും കുർബാന നമ്മുടെ ഓഡിറ്റോറിയം ചാപ്പലുമാണൊക്കെ ഒരു സംവിധാനമുണ്ട്. അവിടെ എല്ലാ മാസവും കുർബാന നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കത് വളരെ താല്പര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികൾക്കും മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾക്കും അവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനാക്രമങ്ങൾ നടത്താനുള്ള സംവിധാനമുണ്ട്. ഓക്കെ, ഈ ക്രമീകരണങ്ങളൊക്കെ മലയാളം ലാംഗ്വേജിൽ തന്നെയാണ്? തീർച്ചയായിട്ടും മലയാളം മാസമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഇനിയുള്ള വരുന്ന പുതിയൊരു തലമുറ ഇവിടേക്ക് വരുന്നവരോടുള്ള ഒരു ചെറിയൊരു മെസ്സേജ്, അല്ലെങ്കിൽ പേരൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരോട് എന്താണ് പറയാനായിട്ടുള്ളത്? പേരൻസിനോട് പറയാൻ ഒരു കാര്യം എനിക്കുണ്ട്. ചില കുട്ടികൾ ചിലപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് വളരെ 1% ഉള്ളൂ, എങ്കിൽ പോലും അത് പറയേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് മാതാപിതാക്കൾ അവരുടെ കോഴ്സ് തീരുമാനിക്കാതിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് നേഴ്സിംഗ് പോലുള്ള മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഉൾവിളിയാണ്. അപ്പോൾ കുട്ടിക്ക് അതിനോടൊരു താല്പര്യമില്ലെങ്കിൽ നമ്മൾ ആര് ഫോഴ്സ് ചെയ്ത് വിട്ട് കഴിഞ്ഞാലും പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തുകയോ അല്ലെങ്കിൽ പഠിത്തത്തിന് ശേഷം കുട്ടി ജോലിക്ക് പോകാതിരിക്കുകയോ ചെയ്യും. അപ്പോൾ പാതി വഴിയിൽ അതിൻ്റെ കരിയർ നഷ്ടപ്പെടുകയാണ്. അപ്പം മകനല്ലെങ്കിൽ നിങ്ങളുടെ മകനല്ലെങ്കിൽ മകൾക്ക് എന്താണ് താല്പര്യം, ഏതിലാണ് അഭിരുചി എന്ന് മനസ്സിലാക്കി അപ്പുറത്തെ കുട്ടി നഴ്സിംഗ് പഠിക്കാൻ പോയി, ഇപ്പുറത്തെ കുട്ടി ഫാർമസി പഠിക്കാൻ പോയി, അല്ലെങ്കിൽ കൂട്ടുകാരനെ ഫിസിയോതെറാപ്പിക്ക് പോയി എന്നുകൊണ്ട് മാത്രം നമ്മുടെ കുട്ടികളെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അവർക്ക് താല്പര്യമുള്ള കോഴ്സിന് ചേരാനായിട്ട് അനുവദിക്കുക. പിന്നെ ഏത് കുട്ടിയാണോ ഏത് കോഴ്സിനാണോ അഡ്മിഷൻ എടുക്കുന്നത് ആ കുട്ടിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പൈസയ്ക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ പഠിച്ച് വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിന് പുറത്ത് കോഴ്സ് ചൂസ് ചെയ്യാതിരിക്കുക. ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഉൾവിളിയുണ്ട്, ഒരു ആത്മാർത്ഥതയുണ്ട്. അപ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന കോഴ്സിൽ അധിഷ്ഠിതമായ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, അതും മാനുഷിക പരിഗണനകളോട് മാത്രം നിങ്ങളുടെ മുന്നിൽ എത്തപ്പെടുന്ന കസ്റ്റമറെ അല്ലെ പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്ന പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളെല്ലാം നമ്മുടെ ജോലിയോടൊപ്പം നമ്മളെ തേടി എത്തിക്കോളും. ആത്മാർത്ഥത ഉണ്ടായാൽ മാത്രം മതി. വളരെ ഒരു നല്ലൊരു ഭാവി നേരുന്നു. മാമിൻ്റെ എല്ലാ വിഷനും എല്ലാം സക്സസ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. We have got some few friends. You're from? I'm basically from northeast Sikkim. Sikkim? Yeah. Okay, what's your name? Myself Ali Subba, and I'm 4th year BSc nursing student of Rosie Royal Institution. Okay, yeah. What's your name? My name is Jessica Gurung and I am from Sikkim, South Sikkim, Namchi, and I am currently studying in 4th year BSc nursing. 4th year? Yeah. Okay, right. Hello, my name is Pemkit Lipcha and I'm from Sikkim. My place called as Jongbu. Okay, that is also in Sikkim, right? Yeah, it's very small village and it's very beautiful. Okay, perfect. So, like I have one more question. So, like, how did you get to know about this college? Like last 4 years back? So basically, I have to say it's through agency. Okay. I have come to know to this college is the best college in Bangalore to do nursing. So I think okay, let's go and have a check on it. Okay. So through agency, I got it. Through some consultancy agency, right? Okay. You also? No, I got to know about this college through my one friend, Evelyn. She was studying in this college, so I got to know about her. Okay, a friend referred. Yeah. Okay, yeah. About this college, like it's a great opportunity. I get exposure, and then I love the thing is that language. Okay. Firstly, it was very difficult, and the first language, the first word I learned from this Malayalam, that is Mansilayo, and that was so great. Okay. And I think it's a best experience of my life. Yeah. So I like to learn more. Thank you. Okay. As you have mentioned, you guys are coming from a particular small village from northeast, right? Yes. To the south part of India. Yeah. So like you will be getting a very good exposure, maybe like very good friends from the whole area of India, right? Yes. So how was the exposure? Like how was the experience? Firstly, I should tell it was great exposures. Like we come from northeast and meeting southeast people, the food, climate, everything was so new to us. First, we felt a little adjustment problem was there, but after that, and I'm very grateful to learn their language, Malayalam, Telugu, Kannada, little only.
and different places of these places also I have visited. And food was also so different. Like we have never did idli, dosa. This is so different. But it's fourth year. We just exhausted with all the things, and it was a great exposure. Yeah. Okay. Yeah. What about you? How was the exposure? Yeah, I could have to say it's good to be here, to study here. So people are here are so welcoming nature, Okay. so kind to others, and here climate is also good. In our state, it's not like this, and food is also variety of food. We have to eat like that, no? So which food you are like your favorite food from South part? I could have to say dosa or and upma. Dosa you like? Yeah. Okay, I great. like my dosa. Yeah. What about the climate? Like when comparing to the Sikkim and this place? Actually, Sikkim is a very cold place. And now in Bangalore, we can't predict the weather. Okay. Anytime, like morning will be the like it's very winter time. Like in day it will be very hot, and in night time it will be rainy season. No, so it's very confusing. It's actually fluctuating, yeah, right? Yeah. But then like. Then also you will be getting comfort temperature, I think, right? It's very comfortable. At first time it was quite difficult, but now like we are like just because it's been 4 years being here, so and like I feel like it's very comfortable right now. Okay, perfect. Yeah. So after 6 months, you guys are going to be a good nurse, right? Yeah. So like you are going to abroad or something, or like how is? Yeah, we are planning to go after completion of my degree. I'm planning to go Okay. abroad. So be a best nurses, okay? Be as like service is the most, not like much than. Okay. So all the best for your future. Thank you. Thank you so much. അതെ, നമ്മൾ നിരവധി സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ ഒരു അക്കാഡമിക് ബ്ലോക്കിൽ ഏറ്റവും മുകളിലത്തെ ക്ലാസ് റൂംസ് നമ്മൾ കണ്ടത് BSc നേഴ്സിംഗ് സ്റ്റുഡൻസ് ആയിരുന്നു. നേഴ്സിംഗിലൂടെ വരുന്നത് BSc നേഴ്സിംഗ് വരുന്നുണ്ട്, അതേപോലെ പോസ്റ്റ് BSc നേഴ്സിംഗും MSc നേഴ്സിംഗും GNMൻ്റെ സ്റ്റുഡൻസിൻ്റെ ബാച്ചസ് അവൈലബിൾ ആണ്. സോ ഇതിലേക്കുള്ള നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCET എക്സാമിനേഷൻ മസ്റ്റായിട്ട് എഴുതുക. അതിനുശേഷം ഇതിലേക്ക് നോർമൽ പ്രൊസീജിയറാണ് വരുന്നത്. അതിന് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അവസാനം നമുക്ക് ഷെയർ ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ മറ്റ് ഭാഗത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇവിടുത്തെ ഒരു വലിയൊരു ഓഡിറ്റോറിയം കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇവരുടെ ഒരു ലൈബ്രറി, അതായത് ഒരു എല്ലാവർക്കും കൂടെ ഉള്ള ഒരു കോമൺ ലൈബ്രറി ഏരിയയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിനെ കാണാനായിട്ട് സാധിക്കും. മാനേജ്മെൻറ്റ് കോഴ്സസ് വന്നിട്ട് BBA തന്നെ ഏവിയേഷൻ വരുന്നുണ്ട്, അതേപോലെ ഏവിയേഷനും ലോജിസ്റ്റിക്സും കൂടെ ആഡായിട്ടുള്ള, അതായത് ആഡ് ഓൺ ആയിട്ട് വരുന്ന ഒരു BBAയുടെ ഒരു സ്ട്രീമുണ്ട്. BBA ഗ്ലോബൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ BCAയ്ക്കും ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷനാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും അതേപോലെ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിലവിൽ ട്രെൻഡിങ് ആയിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള BCAയുടെ സ്ട്രീംസും ഇവിടെയും അവൈലബിൾ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ടിടയായി. BCom BSc ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഫാഷൻ ഫോട്ടോഗ്രാഫി, അതിൻ്റെ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് കയറാനായിട്ട് സാധിച്ചു. പിന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പാരാമെഡിക്കൽ കോഴ്സസ് ആണ്. അതിൽ BSc MITയും MLTയും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതർ ഡിപ്ലോമ കോഴ്സസും അതേപോലെ പാരാമെഡിക്കലിൽ തന്നെ ഡിപ്ലോമ കോഴ്സസും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലും പ്രസൻ്റായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഈ പർട്ടിക്കുലർലി ഓരോ കോഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ടീം എജു ജേണി വിത്ത് ജാനക്സിൻ്റെ ടീം നിങ്ങളെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നമുക്ക് നേരെ ക്യാമ്പസിന് വെളിയിലേക്ക് പോകാം. മറ്റു കുറച്ച് നേഴ്സിംഗ് സ്റ്റുഡൻസിനെയും കൂടെയാണ് നമുക്ക് പരിചയപ്പെടാനായിട്ട് പറ്റുന്നത്. എന്താ പേര്? നിസ്സി. എവിടെയാണ് നാട്ടിൽ? പത്തനംതിട്ട. അമയ കോഴിക്കോട്. അനീന പത്തനംതിട്ട. ആര്യ കൊല്ലം. അപ്പം 3 ഡിഫറെൻറ്റ് പല സ്ഥലങ്ങളിലുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ഏത് ഇയറാ? 4th ഇയേഴ്സ്. പിന്നെ 5-6 മാസം അല്ലേ? അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിയുക. ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവോ? അറിയില്ല എങ്ങനെയാന്ന്. ഓക്കെ. കഴിഞ്ഞ 4 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? നല്ല രസം, അടിപൊളിയായിരുന്നു. ഏറ്റവും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ഇവിടുത്തെ ഫെസ്റ്റ് റോയൽ ഫെസ്റ്റ് അതാണ്. ഓക്കെ, അതാണ് മിസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഓക്കെ. എന്തായിരുന്നു ഏറ്റവും ഓർമ്മിക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും ഹോസ്റ്റൽ ലൈഫിൽ എങ്ങനെയാ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ള ഒരു ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും ഒത്തിരി മിസ് ചെയ്യും. ക്യാൻറ്റീൻ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എപ്പോഴും പോയിരുന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ക്യാൻറ്റീനിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ? ഞാൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. ഫുഡാണ്, നമുക്ക് എപ്പോഴും കംഫർട്ട് ആയിരിക്കും. ഓക്കെ, നന്നായിട്ട് എല്ലാം എൻജോയ് ചെയ്ത് കഴിക്കും. ആണോ? പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ എന്തോ ഫിലിം പോസ്റ്റേഴ്സോ അങ്ങനെ എന്തൊക്കെയോ അവിടെ ഉണ്ടല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് നല്ല നേഴ്സുമാരായിട്ട് എബ്രോഡിലേക്ക് പോകാനാണോ? ഓക്കെ. അപ്പോൾ പോകുന്നിടത്താണെങ്കിൽ ഒരു സർവീസ്, നല്ലൊരു ഏഞ്ചൽസ് ആയിട്ട്, അങ്ങനെയല്ലേ നിങ്ങളെ വിളിക്കുന്നത്? ഓക്കെ, ഒരു നല്ല നേഴ്സ് ഏഞ്ചൽസ് ആയിട്ട് വരിക.
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മൾ കഴിഞ്ഞ ക്യാമ്പസുകളിലൊക്കെ കുറേ ക്യാമ്പസുകൾ വിസിറ്റ് ചെയ്തതിൽ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ്, അതുകൊണ്ട് ലഞ്ച് എല്ലാ സ്റ്റുഡൻസും വന്നിരിക്കുകയാണ്, ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് കാണിച്ചു തരാം. അതെ, വളരെ വ്യത്യസ്തതയായിരുന്ന ഒരു ഡൈനിങ് സ്പേസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു പറയുകയാണെങ്കിൽ വളരെ പ്രകൃതി രമണീയം അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാം. ഇവിടുത്തെ സ്റ്റുഡൻസ് ഏകദേശം 1000-ൽ പരം സീറ്റിംഗ്, അതായത് 1000-ൽ പരം സ്റ്റുഡൻസിന് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റിംഗ് വന്നിട്ട് ഒരു ഔട്ട്ഡോർ സീറ്റിംഗ് എന്നാൽ ഒരു ഇൻഡോർ സീറ്റിംഗ് രീതിയിൽ ഇവർ കുറച്ച് മാവ് മരങ്ങളുടെ ഇടയിലാണ് സ്റ്റോൺ ബെഞ്ചസും അതേപോലെ ഗ്രാനൈറ്റ് ടേബിൾസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് വളരെ വളരെ ലൈക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള പല ക്യാമ്പസുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിലത്തെ വ്യത്യസ്തമായിരുന്നിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കുറച്ച് സ്റ്റുഡൻസ് കണ്ട് വീണ്ടും കാണുവാണ്. അവർ കണ്ട ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പേരിചയപ്പെടാം. എന്താണ് പേര്? ആര്യ. നാട്ടിലെവിടെയാണ്? പാലക്കാട്. ആ, പേര്? സാന്ദ്ര. നാട്ടില്? കോട്ടയം. കോട്ടയം. സ്നേഹ. നാട്ടില് പത്തനംതിട്ട. പത്തനംതിട്ട. കൃഷ്ണപ്രിയ. കോട്ടയം. കോട്ടയം. അപർണ. കോട്ടയം. കോട്ടയം. ഓ, കോട്ടയംകാരാണല്ലേ ഈ ഗ്രൂപ്പിൽ കൂടുതൽ. പത്തനംതിട്ട എല്ലാം നിയറസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഏത് ഇയറാ? 4th ഇയേഴ്സാണ്. അപ്പോൾ 4 വർഷമായിട്ട് ഇവിടെ താമസിച്ചു, ഇവിടെ പഠിച്ചു, ഇവിടെ ഭക്ഷണം കഴിക്കുന്നു അല്ലേ? ഓക്കെ, എന്താ ഭക്ഷണം എങ്ങനെയുണ്ട്? ഭക്ഷണം അടിപൊളിയാണ്. മലയാളി ഫുഡാണ് തരുന്നത്. ഓക്കെ, ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഓരോ പല പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളാണ്. ഇത്രയും നാള് കഴിഞ്ഞ 4 വർഷം ഇവിടെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് പറ. ഏറ്റവും ഇഷ്ടപ്പെട്ട പുലാവ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടിപൊളി. ബാക്കിയുള്ളവർക്കെല്ലാം സന്തോഷം തന്നെ. ഇനിയിപ്പം കുറച്ച് നാളും കൂടെ ഉള്ളല്ലേ? എത്ര നാളും കൂടെ ഉണ്ട്? 5-6 മാസമോ? 5-6 മാസം കൂടെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു. ഓക്കെ, കാണാം. അപ്പോൾ നിരവധി സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ. ഇതിൽ ഒരു മെജോറിറ്റി സ്റ്റുഡൻസ് മലയാളി സ്റ്റുഡൻസ് ആണ്. സോ മലയാളി സ്റ്റുഡൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് കൂടുതലും ആൾക്കാർക്ക് കേരള ഫുഡ് തന്നെയാണ് ഇവിടെ പ്രിഫർ ചെയ്ത് ഇവിടെ കൊടുക്കുന്നതും. സോ ഇന്നത്തെ ആക്ച്വലി ഫുഡ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല കുത്തിരി ചോറും അതേപോലെ അവിയലും രസവും കൂടെ ഒക്കെ വരുന്ന ഒരു മെനു ആണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ സ്റ്റുഡൻസ് എല്ലാം പല സ്റ്റുഡൻസിനോട് ഇൻട്രാക്ട് ചെയ്യണം. കുറച്ച് സ്റ്റുഡൻസിനോട് നമുക്ക് ചോദിക്കാം അവരുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും കാണാനായിട്ട് പറ്റും. നമ്മൾ ഇങ്ങോട്ട് കയറുന്ന സൈഡിൽ തന്നെയാണ്, ഒരു സൈഡിൽ വിറകൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വിറകടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്നതാണെന്ന് തന്നെ മനസ്സിലാക്കാം. സോ ഒരു വലിയ രീതിയിൽ വിറകൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സോ ഇനി എന്താണ് സ്റ്റുഡൻസിനെ കുറച്ചൊന്ന് കാണാം. കുറച്ച് സ്റ്റുഡൻസും കൂടെ ഉണ്ട്. ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നാണ്ട് ഭക്ഷണം കഴിച്ച് തീരാറായി. എന്താ പേര്? എങ്ങനെ? അവന്തിക. നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട്. ആരതി. ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. വൈഷ്ണവി. ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. കൃഷ്ണപ്രിയ. ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. രോഹിണി. ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഓ, മീനാക്ഷി. ട്രിവാൻഡ്രം. ഓ, തിരുവനന്തപുരം തൊട്ട് കോഴിക്കോടെന്ന് പറയാൻ തന്നെ പറ്റും. തിരുവനന്തപുരത്തിൽ നിന്നാണ് ഈ ഗ്രൂപ്പിൽ കൂടുതൽ സ്റ്റുഡൻസ്. സോ നിങ്ങൾ 4th ഇയേഴ്സാ അല്ലേ? 4th ഇയേഴ്സ് ആണ്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണോ? ഇവിടെ തന്നെയാണ്. സോ ഈ ഒരു സ്ഥലവുമായിട്ട് എങ്ങനെയുണ്ട്? ഇങ്ങനൊരു നിങ്ങൾ വേറെ ഏതെങ്കിലും കോളേജുകളിൽ കണ്ടിട്ടുണ്ടോ? അതോ ഇവിടെ ഞാൻ പല ക്യാമ്പസിൽ വിസിറ്റ് ചെയ്തു. കഴിഞ്ഞ ഒരു 10-40 ക്യാമ്പസ് വിസിറ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു രീതിയിൽ ഒരു വ്യത്യസ്തമായുള്ള രീതിയിലത്തെ ഡൈനിങ് സ്പേസ് ഇവിടെയാണ് കണ്ടിട്ടുള്ളത്. എങ്ങനെയുണ്ട്? 4 വർഷം ഇവിടെ പോയതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയുണ്ട്? ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോളേജിൽ വരാൻ പറ്റിയതിൽ. അതുമല്ല ഇവിടുത്തെ ഫുഡിന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് ആയാലും ഈ ഒരു ഫെസിലിറ്റീസ് ആയാലും ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ വേറൊരു പ്രത്യേക ഒരു ഫീലാണ് അല്ലേ? ഓക്കെ, ശരി. ഇനി നിങ്ങളോട് ജനറൽ ആയിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കാം. ഈ ക്യാമ്പസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, അതായത് ക്ലാസ് അല്ല ഞാൻ ചോദിക്കുന്നത്, അക്കാഡമിക് സ്ഥലമല്ല, അതല്ലാണ്ട് നിങ്ങൾ ഈ ക്ലാസ് ടൈം കഴിഞ്ഞ് വെളിയിൽ പോകുന്ന സമയമുണ്ടല്ലോ, ക്ലാസ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു സ്ഥലം ഏതാ? എവിടെ? സ്റ്റേഡിയം. അതെവിടെയായിട്ടാ? ഇവിടെ അടുത്തായിട്ടാ. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചോളൂ. ക്ലാസ്സിനെയും തുടങ്ങും അല്ലേ ഇത് കഴിഞ്ഞ ഉടനെ? ഓക്കെ, കണ്ടിന്യൂ. അങ്ങനെ നമ്മൾ മെസ്സ് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഇവരുടെ ഒരു അടുത്ത അമ്യൂണിറ്റി കാണാനായിട്ടാണ്. അത് ജിമ്മ്. നിങ്ങൾക്ക് നമ്മളൊരു ബഗ്ഗിയിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഒരു എൻക്വയറിക്കോ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ ആവശ്യങ്ങൾക്കോ എന്ത് ആവശ്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും ഇവരുടെ ഒരു ബഗ്ഗി അമ്യൂണിറ്റി ഉണ്ട്. സോ ആ ഒരു അമ്യൂണിറ്റി തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഒരു പാത 2 സൈഡിലും ചെറിയ രീതിയിൽ നമ്മുടെ നാട്ടിലെ ആ ഒരു ബുഷുണ്ട്. ആ ബുഷ് വെച്ചിട്ട് തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇത് പോകുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ഇടത്തുവശത്തായിട്ടാണ് ഇതിൻ്റെ ജിമ്മ് വരുന്നത്. സോ ജിമ്മും നമുക്കൊന്ന് കണ്ടിട്ട് നമുക്കിനി മുന്നോട്ടേക്ക് പോകാം.
അതെ, നമ്മൾ നേരെ ഇവരുടെ ജിമ്മ് കാണാനായിട്ട് വന്നതാണ്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയ ഒരു ജിമ്മ്, നല്ല രീതിയിലുള്ള നമ്പർ ഓഫ് മെഷീൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള മെഷീൻസ് കാണാനായിട്ട് സാധിക്കും. എനിക്കിതിൻ്റെ കളർ തീമും ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു കളർ തീം തന്നെയാണ് ഇവിടുത്തെ ജിമ്മിൻ്റെ കളർ തീം വന്നിരിക്കുന്നത്. സോ നിലവിലെ സ്റ്റുഡൻസ് വരുന്നതേ ഉള്ളൂ. അവർ ഈവനിങ് ആകുമ്പോഴത്തേക്ക് അവർക്കൊരു ടൈമുണ്ട്. സോ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർ വർക്കൗട്ടിനായിട്ട് വരും. ഞാൻ അറിഞ്ഞത് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് വർക്കൗട്ട് നിരന്തരമായിട്ട് ചെയ്യുന്നവരുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എനിവേ ലൈക്ക് ഒരു നല്ല ലൈറ്റും അതേപോലെ തന്നെ വെന്റിലേഷനോട് കൂടിയ ഒരു നല്ല സ്പേസിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് മെഷീൻസ്, കാർഡിയോയുടെ മെഷീൻസ് നമുക്ക് സൈഡിൽ കാണാം. അതുപോലെ വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ അവിടെ കാണാനായിട്ട് പറ്റും. വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഒരു കോർണറിലേക്ക് കാണാനായിട്ട് സാധിക്കും. എനിവേ എന്താണല്ലോ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ജിം ഫെസിലിറ്റിയും ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അതെ, ക്യാമ്പസിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു രഹസ്യം, ഈ ക്യാമ്പസിൻ്റെ ഒരു രഹസ്യം അത് പറയാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നമ്മളെ ടച്ച് ചെയ്തൊക്കെ ഒരു 90s കിഡ് ആയതുകൊണ്ടായിരിക്കാം ടച്ച് ചെയ്തൊരു കാര്യം നിങ്ങളെ കാണിക്കാം. വരൂ. ഇവരുടെ ഈ ഒരു കോണിലായിട്ട് ഇവരുടെ ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനോട് ചേർന്നൊരു സ്പേസ് ഉണ്ട്. വളരെ ക്യൂട്ടായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് വന്ന് വളരെ ഒരു പീസ്ഫുള്ളി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസാണ് അവരവിടെ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പഴയ കാലത്തെ സിനിമ പോസ്റ്റേഴ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. രാജമാണിക്യം, തേന്മാവിൻ കൊമ്പത്ത്, പ്രേമം, അത് അൻവർ റഷീദിൻ്റെ പ്രേമം, അതേപോലെ ഡിഫറെൻറ്റ് പല ഹിന്ദി ലാംഗ്വേജിലെ സിനിമകളുടെയും ഒക്കെ, അതായത് 90s കിഡിനൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന എന്നാൽ 20s കിഡിനും കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലെ സിനിമയുടെ പോസ്റ്റേഴ്സ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കാര്യം ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലും മറ്റു കേരളത്തിന് പുറത്തൊരു ക്യാമ്പസിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ നമ്മൾ ഇത്രയും വിസിറ്റ് ചെയ്തിട്ടുള്ള ക്യാമ്പസിന് എന്താണെങ്കിലും ഇല്ല എന്നുള്ളത് ഉറപ്പായിട്ടും പറയാം. നമ്മൾ മറ്റ് ഹൃദയം മൂവിയിലൊക്കെ കാണുന്ന ഒരു റൂം ഓഫ് ആലി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രത്യേക മുറി പോലെ. ആൻഡ് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്ത് ഒരു ബൊഗെയിൻ വില്ല വെച്ചിട്ടൊരു അടിപൊളിയായിട്ടുള്ളൊരു സീറ്റിംഗ്, ഒരു വളരെ പീസ്ഫുള്ളി വന്നിരിക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലവും കൂടി ആയിരിക്കും. സോ സ്റ്റുഡൻസ് എല്ലാം ഇപ്പം ഈവനിങ് കഴിഞ്ഞിട്ട് അവർ പോയ സമയമാണ്, ഫ്രീ ടൈം നോക്കി വന്നിട്ട് നമ്മൾ വീഡിയോയിൽ ഞാനത് പ്രസൻറ്റ് ചെയ്യുകയാണ്. സോ ഇനി നമുക്ക് എന്താണെങ്കിലും ഇവരുടെ ഗ്രൗണ്ടും അതേപോലെ ഇവരുടെ കോളേജിൻ്റെ ആ ഒരു മെയിൻ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് പരിപാടികളൂടെ കാണാനുണ്ട്. ആ കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നമ്മളങ്ങനെ അക്കാഡമിക് ബ്ലോക്ക് കണ്ടു, ജിം കണ്ടു, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കകത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയ മെസ് ഏരിയ കണ്ടു. അപ്പം ഇതെല്ലാം കണ്ടിട്ട് ഇനി നിങ്ങളെ കാണിക്കാത്തൊരു ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. അത് ഇവരുടെ ഒരു സ്പോർട്സുമായിട്ട് നല്ല അഭികാമ്യമുള്ള ഒരു സ്റ്റുഡൻസിനെ തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ഒരു സ്റ്റേഡിയമാണ്. അതായത് ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കളിക്കാനായിട്ട് പറ്റുന്ന തരത്തിലെ ഒരു നാച്ചുറൽ ഗ്രാസിൽ വെച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയം ഏരിയയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലായിട്ട് ഇവർക്കൊരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന ബിൽഡിംഗ് ആണ് ഇവരുടെ ഗേൾസ് ഹോസ്റ്റൽ. സോ ക്യാമ്പസിനകത്ത് തന്നെ, ക്യാമ്പസിനോട് ചേർന്ന് തന്നെയാണ് ഗേൾസ് ഹോസ്റ്റൽ നിൽക്കുന്നത്. ഗേൾസ് ഹോസ്റ്റലിന് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഹോമിയോപ്പതിയുടെ ഡിപ്പാർട്ട്മെൻറ്റും ഹോമിയോപ്പതി കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. സോ അത് കൂടുതലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ വീഡിയോയുടെ ലെന്ത് നിങ്ങൾക്കറിയാം, ദീർഘമേറി വരുന്നു. സോ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ അതിനെക്കുറിച്ചുള്ളത് വീണ്ടും നമ്മളിവിടെ വന്ന് വീണ്ടും നമുക്ക് അതിൻ്റെ ഒരു ക്യാമ്പസ് ട്രാവൽ വ്ലോഗ് ചെയ്യാവുന്നതാണ്. സോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് വരുന്നതിന് മുന്നേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസ് പല കാര്യങ്ങളിൽ, പല സ്പോർട്സിൽ ആക്ടിവിറ്റീസിൽ അവർ എൻഗേജ് ആയിട്ടിരിക്കുന്നതാണ്. ജിമ്മിലെ സ്റ്റുഡൻസ് നിലവിൽ വൈകുന്നേരമായി ജിമ്മിൽ സ്റ്റുഡൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ വോളിബോൾ കളിക്കുന്ന ഒരു പറ്റം സ്റ്റുഡൻസിനെ കാണാം, ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ഒരു പറ്റം സ്റ്റുഡൻസിനെ കാണാം. സോ സ്റ്റുഡൻസ് എല്ലാം വളരെ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നതാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ റോസി റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാണാനായിട്ട് ഇടയായി അല്ലേ. ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മുടെ കോളേജിലെ ഓരോ അക്കാഡമിക് ബ്ലോക്കും ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് ഈ കോളേജിനെ കുറിച്ചൊരു നല്ല രീതിയിലൊരു നോളജ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനിതിൻ്റെ ആക്സസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ. ഇതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിലമംഗലം ബസ് സ്റ്റേഷനാണ്. ജസ്റ്റ് ഒരു 2 കിലോമീറ്റേഴ്സ്. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്, നിലമംഗലത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇനി നിയറസ്റ്റ് മെട്രോ എവിടെയാണെന്ന് ചോദിച്ചാൽ, അതായത് ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ വന്ന് ഇറങ്ങുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ എത്താനായിട്ട് സാധിക്കും. മാടവര എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുക. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 1/2 hour മാത്രം
നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു വാഹനം കമ്മ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇതാണ് നിയറസ്റ്റ് ലൊക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇപ്പം കോട്ടയം സൈഡ്, അതായത് അതല്ല തെക്കൻ കേരളത്തിൽ നിന്നും വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മജസ്റ്റിക്കിൽ അല്ലെങ്കിൽ കലാസിപ്പാളയം ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മെട്രോ തന്നെ എടുത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഇനി അതല്ല നിങ്ങൾ വടക്കൻ കേരളം മലബാർ ഏരിയയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാടവരയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ജസ്റ്റ് മെട്രോ ലെയിൻസ് ഒന്ന് ചേഞ്ച് ചെയ്യണോ എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് ആക്സസിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെന്നുണ്ടെങ്കിലും ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും ടൗണിൽ നിന്നും അല്ലെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ദൈർഘ്യത്തിൽ ട്രാഫിക് ഡിപ്പെൻഡബിൾ ആണ്. 1 മണിക്കൂറിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു കോളേജിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. അക്സസിബിലിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മറ്റ് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ അവരുടെ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. എജു ജേർണി വിത്ത് ജാനക്സിൻ്റെ ടീം നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സോ എജു ജേർണി വിത്ത് ജാനക്സ് ഈസ് റോളിംഗ്. പുതിയ ക്യാമ്പസിലേക്ക് നമ്മുടെ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. സോ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.